ഭാഷാ വിവാദത്തിൽ നടൻ കമൽ ഹാസൻ മാപ്പു പറയണമെന്ന് കർണാടക ഹൈക്കോടതി. എന്തടിസ്ഥാനത്തിലാണ് ഭാഷയെപ്പറ്റി പരാമർശം നടത്തിയതെന്നും ഖേദപ്രകടനം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കോടതി. ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്നും കമലിന് ഈഗോ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം മാപ്പു പറയില്ലെന്ന് കമൽ ഹാസൻ പ്രതികരിച്ചു. കന്നഡ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കമൽ ഹാസന്റെ സമീപകാല പരാമർശങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. സിനിമാ നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കമൽ ഹാസനെതിരെ രൂക്ഷ വിമർശനവുമായി കർണാടക ഹൈക്കോടതി രംഗത്തെത്തി. കമൽ ഹാസൻ ചരിത്രകാരനോ ഭാഷാ വിദഗ്ധനോ ആണോ എന്നും കോടതി ചോദിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് ജസ്റ്റിസ് നാഗപ്രസന്ന ചോദിച്ചു. മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിൽ പകരം സംരക്ഷണം തേടി കോടതിയിൽ വന്നത് എന്തിനാണെന്ന് കർണാടക ഹൈക്കോടതി ആരാഞ്ഞു. കമൽ മാപ്പ് പറയുന്നതാണ് നല്ലതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്നും കമലിന് ഈഗോ എന്നും കോടതി വ്യക്തമാക്കി. അതിനിടെ കമലിന്റെ സിനിമയായ തഗ് ലൈഫിന് സംസ്ഥാനത്ത് നിരോധനം ആവശ്യപ്പെട്ട് വിവിധ കന്നഡ അനുകൂല സംഘടനകളിൽ നിന്നുമുള്ള ആഹ്വാനങ്ങൾക്കും ഭീഷണികളുണ്ടായി. ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി നടൻ കമൽ ഹാസനും രംഗത്തെത്തി. കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് നൽകിയ കത്തിലൂടെയായിരുന്നു കമലിന്റെ പ്രതികരണം. മാപ്പു പറയില്ലെന്ന് കമൽ ഹാസൻ കത്തിലൂടെ വ്യക്തമാക്കി. എന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. കന്നഡ ഭാഷയെ താഴ്ത്തിക്കെട്ടാനുള്ള ഉദ്ദേശം തനിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ കരിയറിൽ ഉടനീളം കന്നഡ പ്രേക്ഷകർ നൽകിയ ഊഷ്മളതയും വാത്സല്യവും വിലമതിക്കാനാകാത്തതാണെന്നും കന്നഡിഗർക്ക് അവരുടെ മാതൃഭാഷയോടുള്ള സ്നേഹത്തോട് തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും കമൽ ഹാസൻ കത്തിൽ കുറിച്ചു. തമിഴിൽ നിന്നുമാണ് കന്നഡയുടെ ഉൽപ്പത്തി എന്നായിരുന്നു കമൽ ഹാസൻ നടത്തിയ പരാമർശം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.